Good morning, everybody. Welcome back to Healthy Space YouTube channel. Once again, ഇന്ന് നമ്മുടെ ഒരു സഹോദരനുണ്ടായ സംശയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ചാനലിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംശയം എന്ന് പറയുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള ജില്ല ഏതാണെന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒന്ന് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുടെ എണ്ണവും അന്തേവാസികൾ താമസിക്കുന്നതുമായ ജില്ല എന്ന് പറയുന്നത് കോട്ടയമാണ്. മാത്രമല്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നാം ഒന്ന് കണ്ണോടിച്ചാൽ 564 വൃദ്ധസദനങ്ങൾ നിലവിൽ ഉണ്ട് എന്ന് സെൻസസ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. തൊട്ടടുത്ത എറണാകുളം ജില്ലയിൽ ഒന്ന് കണ്ണോടിച്ചാലോ 124 വൃദ്ധസദനങ്ങളുള്ള ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത്. 325 അന്തേവാസികൾ എന്ന് പറഞ്ഞാൽ മക്കളൊന്നും ഇല്ലാത്തവരല്ല, സാമ്പത്തികം ഇല്ലാത്തവരൊന്നുമല്ല. 325 അന്തേവാസികൾ എറണാകുളം ജില്ലയിലെ വൃദ്ധസദനങ്ങളിൽ കാലം കഴിച്ചു കൂട്ടും. ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള ജില്ല ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വൃദ്ധസദനങ്ങളുള്ള ജില്ലയെ നാം അറിഞ്ഞിരിക്കണമല്ലോ. ഏറ്റവും കുറഞ്ഞ വൃദ്ധസദനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ജില്ല എന്ന് പറയുന്നത് അത് മലപ്പുറം ജില്ലയാണ്. ആകെ 8 വൃദ്ധസദനങ്ങൾ മാത്രമാണ് മലപ്പുറം ജില്ലയിൽ ഇന്ന് നിലവിലുള്ളത്. 129 അന്തേവാസികൾ കണക്കനുസരിച്ച് ഈ മലപ്പുറം ജില്ലയിലെ വൃദ്ധസദനങ്ങളിൽ കാലം കഴിച്ചു കൂട്ടുന്നു. ഈ ജില്ലയിൽ മാത്രം ഇത്ര വൃദ്ധസദനങ്ങൾ കുറയാനും അന്തേവാസികളുടെ എണ്ണം കുറയാനൊക്കെ കാരണം എന്താ? അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ചെറുപ്പത്തിൽ തന്നെ അവരുടെ മതപഠനശാലകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മദ്രസകളിൽ നിന്ന് മാതാപിതാക്കളെ എങ്ങനെ സംരക്ഷിക്കണമെന്നും പ്രായമായവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നും തൊട്ടടുത്ത് താമസിക്കുന്ന അവരുടെ അയൽവാസികളെ എങ്ങനെ സ്നേഹിക്കണമെന്നും സ്വന്തം മാതാപിതാക്കൾ ആരാണെന്നും നാമും പ്രായം കൂടിയവരായി മാറുമെന്നും പ്രായം കൂടിയവരെ കാണുമ്പോൾ നാം ഇന്ന് ബഹുമാനിച്ചാൽ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മളെ ബഹുമാനിക്കാൻ മനുഷ്യർ ഉണ്ടാകുമെന്നും അവരുടെ മതപഠനശാലയിൽ നിന്ന് അവർ നന്നായി മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അറിയുന്നു. ഇതുകൊണ്ട് തന്നെയാവാം ഈ ജില്ലയിൽ മാത്രം വൃദ്ധസദനങ്ങളുടെ എണ്ണം കുറയാനും അന്തേവാസികളുടെ എണ്ണം കുറയാനുമായിട്ട് കാരണമായി മാറുന്നത്. ഏത് ജില്ലയാവട്ടെ, ഏത് മനുഷ്യനാവട്ടെ, സ്വന്തം മാതാപിതാക്കളെക്കുറിച്ചും അയൽക്കാരെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ പഠിപ്പിച്ച അധ്യാപകരെക്കുറിച്ചൊക്കെ നല്ലൊരു ധാരണ, അവബോധമുണ്ടാവാതെ എത്ര വലിയ ജോലി നമുക്കുണ്ടായിട്ടും ഒരു പ്രയോജനവും ഇല്ല. നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവരെ തെറ്റിദ്ധരിക്കാൻ എത്ര എളുപ്പമാണ് നമുക്ക്. എന്നാൽ അവരെ അറിഞ്ഞ് മനസ്സിലാക്കാനാണ് നമുക്ക് പ്രയാസം. കാരണം നമ്മുടെ മാതാപിതാക്കളുടെ 1000 ശരികൾക്കിടയിൽ നിന്ന് ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അധികം ഇന്നത്തെ ആളുകൾ. നമ്മെ വളർത്തി വലുതാക്കി പൊന്നുപോലെ നോക്കിയ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവരെ വൃദ്ധസദനങ്ങൾ കൊണ്ടുപോയി വിട്ട് അവരുടെ സമ്പത്ത് കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ള ചിന്തയുള്ള ഒത്തിരി സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട്. നമുക്കറിയാവുന്ന ആരെങ്കിലും സ്വന്തം മാതാവിനെയോ പിതാവിനെയോ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഇട്ടച്ചാൽ നാം കാണുമ്പോൾ ചോദിക്കുമല്ലോ, എന്തിനാ മോനെ അച്ഛനെ നീ അവിടെ കൊണ്ടുപോയി വിട്ടത്? അപ്പോഴവന് അച്ഛനെ പറ്റി ഒത്തിരി പരാതികൾ പറയാനുണ്ടാവും. നന്നായി കളവ് പറയാൻ കഴിയുന്ന ഒരു മകൾക്ക് അല്ലെങ്കിൽ ഒരു മകന് അച്ഛനെ പറ്റിയോ ബന്ധുക്കളെ പറ്റിയോ ചോദിക്കുമ്പോൾ തൻ്റെ ജീവിതകാലം മുഴുവനും പാവപ്പെട്ടവരെ കളവ് പറഞ്ഞുകൊണ്ട് പറ്റിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ആരെയും ഒരിത്തിരി സന്തോഷിപ്പിക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല. ഇവിടെ നാം കാണേണ്ടത്, നമ്മുടെ ഈ ജീവിത യാത്രയിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. എന്താണെന്നറിയോ? ആരെയും അമിതമായി വിശ്വസിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യരുത്. സ്വന്തം മക്കളാണെങ്കിലും സ്വന്തം മാതാപിതാക്കളാണെങ്കിലും. കാരണം ഈ ഭൂമിയിൽ അഭിനയിക്കാൻ മനുഷ്യനോളം കഴിവുള്ള മറ്റാരും തന്നെ ഈ ഭൂമിയിൽ ഇല്ല എന്നതാണ്. ഒരു മനുഷ്യൻ അച്ഛനോടാവട്ടെ, അമ്മയോടാവട്ടെ, അയൽക്കാരനോടാവട്ടെ, സ്നേഹിതനോടാവട്ടെ, ബന്ധുക്കളോടാവട്ടെ, മനുഷ്യനെ ഉപദ്രവിക്കാനായി ഒരിക്കലും സമയം ചെലവഴിക്കരുത്. താങ്ക്സ് സോ മച്ച്.